Good morning, students. Today we will be dealing with emerging approaches to disaster management. Disaster management മൂന്ന് സ്റ്റേജുകളാണ് പ്രധാനമായിട്ടുള്ളത്. പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ്, എമർജൻസി സ്റ്റേജ്, പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്. പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് കാര്യമായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസും മിറ്റിഗേഷൻ മെഷേഴ്സും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്ക് ആ ഡിസാസ്റ്ററിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം കാര്യമായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പ്രിപ്പയർനെസിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഹസാർഡ് സോണേഷൻ മാപ്സ് ഉണ്ടാക്കാം, വാർണിംഗ്സ്, ഫോർകാസ്റ്റിംഗ് എല്ലാം റെഡിയാക്കി വെക്കാം. പ്രിപ്പയറിംഗ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ ഉണ്ടാക്കാം. നമുക്ക് ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കാം, അതിന്റെ എല്ലാം ഒരു പ്ലാനിങ് ചെയ്തു വെക്കാം. ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അതിനെ പ്രതിരോധിക്കും അതിന്റെ പ്ലാൻ. പിന്നെ ലാൻഡ് യൂസ് സോണിങ്, പ്രിപ്പയർനെസ് ത്രൂ IEC, അങ്ങനെ പല കാര്യങ്ങളും പ്രിപ്പയർനെസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും നോക്കാം. ഹസാർഡ് സോണേഷൻ മാപ്സ്. ഓക്കെ, disaster mapping is a tool for assessing, storing, conveying information on geographical location of a disaster occurrence and spread of the effects or probable effects of disaster. അതായത് ഡിസാസ്റ്റർ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അസസ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക, കൺവേ ചെയ്യുക നമ്മുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. അതായത് മാപ്പിന്റെ മുകളിൽ നമ്മൾ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം സ്പ്രെഡ് ചെയ്യാൻ പറ്റും, അത് എവിടെ ഒക്കെ അറിയാൻ സാധ്യത കൂടുതൽ, ഓക്കെ, അതിന്റെ എഫക്ട് എന്തൊക്കെയായിരിക്കാം, ഈ വക സാധനങ്ങളെല്ലാം നമ്മൾ അസസ് ചെയ്യുക, അതിന്റെ ഡാറ്റാസ് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം സ്റ്റോർ ചെയ്യുക, മറ്റുള്ള കൺവേ ചെയ്യുക ഇൻഫർമേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള മാപ്സ് ആണ് ഹസാർഡ് സോണേഷൻ മാപ്സ് എന്ന് പറയുന്നത്. The occurrence of such disaster, their intensity, the area of occurrence, ഇതെല്ലാം തന്നെ നമുക്ക് ഇൻഫർമേഷൻ ആ മാപ്പിന് മുകളിൽ നമുക്ക് റെഡിയാക്കി വെക്കാം. ഡാമേജ് അത് എത്രത്തോളം കോസ് ചെയ്യാൻ സാധ്യത ഉണ്ട്, പോപ്പുലേഷൻ എത്രത്തോളം പോപ്പുലേഷൻ അത് എഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാപ്പ് വഴി നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും. ഓക്കെ, ഈ നമ്മളൊരു പ്രോപ്പർ മാപ്പിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രീ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സും റെസ്ക്യൂവും റിലീഫും ഇതിനെല്ലാം തന്നെ ഭയങ്കര സ്പീഡായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇപ്പൊ ഒരു ഫ്ലഡിലോ അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡിംഗ് എല്ലാം കുടുങ്ങിയ ആൾക്കാരെ നമുക്ക് എങ്ങനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും, എങ്ങനെ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും, അതെല്ലാം നമുക്ക് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആ ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ പരിചയമുണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ റിസർച്ച് നടത്തിയിട്ടുണ്ട് ഈ മാപ്പ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ ഷെൽട്ടർ വെക്കണം, എവിടെ നമ്മൾ ആൾക്കാരെ എങ്ങോട്ട് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം, ഇവർക്ക് കാര്യങ്ങളിലെല്ലാത്തിനും നമുക്കൊരു ചെറുതല്ല നമുക്കൊരു വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെല്ലാം നമുക്ക് ഇതിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. വിത്ത് ഡാറ്റ, ഇൻഫർമേഷൻ കളക്ഷൻ, സ്റ്റോറേജ്, റിട്രൈവൽ, ഇതെല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജിൽ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് പിന്നീട് ആ ഫീൽഡിലുള്ള ആൾക്കാർക്ക് ടെക്നോളജീന്റെ സഹായത്തോടെ, സയന്റിഫിക് ടെക്നോളജീസിന്റെ സഹായത്തോടെ എല്ലാം തന്നെ നമുക്ക് അവർക്ക് പെട്ടെന്ന് റിട്രൈവ് ചെയ്തെടുക്കുകയും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടേക്ക് കൊണ്ടുപോകണം, ഈ വക കാര്യങ്ങളെല്ലാം അവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും ഡാറ്റ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. Predictability, forecasting and warning. Forecasting done based on sound scientific principles and operationally proven techniques. പിന്നെ അത് മാത്രമല്ല ഈ ഫോർകാസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഓതറൈസ്ഡ് ഏജൻസി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊരാളും ചുമ്മാ ഒരു അടുത്തില്ല, പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് ഒരു പ്ലാനിങ് ഒന്നുമില്ലാത്ത വെറുതെ ഒരാളെ ഏൽപ്പിച്ചാൽ അയാൾ അതിന്റെ മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ഡിസാസ്റ്ററിലേക്ക് അതിനെ വഴിവെച്ചെന്ന് വരും. അതുകൊണ്ട് തന്നെ ഒരു ഓതറൈസ്ഡ് ഏജൻസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വേണം, അത് മൊത്തം റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഉള്ള ആള് വേണം ഇൻഫർമേഷന്റെ ഫോർകാസ്റ്റിങ്ങും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അത് വെറുതെ ഫോർകാസ്റ്റ് ചെയ്താൽ പോരാ, ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, ഓപ്പറേഷൻ ടെക്നിക്സ് ഉണ്ടാവും, അതിനനുസരിച്ച് എല്ലാം വേണം ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം വ്യക്തമായിട്ട് വേർഡിങ്സിന് മെൻഷൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അത് പെട്ടെന്ന് യൂസറിലേക്ക് മറ്റ് ഫീൽഡിലെ വർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത്
ഏരിയ സ്പെസിഫിക്കും ടൈമിംഗ് സ്പെസിഫിക്കും വാർണിംഗ് കൊടുക്കാൻ പറ്റണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കടലിൽ ഒരു സുനാമി വരികയാണെങ്കിൽ അത് കടലിൽ ഏത് ഭാഗത്തേക്ക് ഇവിടുത്തെ ആൾക്കാർ ഏത് കോസ്റ്റൽ ഏരിയയിലെ ആൾക്കാരെ കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത്, അത് എപ്പോഴായിട്ടാണ് വരാൻ പോകുന്നത്, ഇവക ടൈമിംഗ് സ്പെസിഫിക് വാർണിംഗ്സും ഏരിയ സ്പെസിഫിക് വാർണിംഗ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റണം. ഓക്കെ, വാർണിംഗ് ഷുഡ് ബി, അത് മാത്രമല്ല യൂസർ സ്പെസിഫിക്കും ആയിരിക്കണം വാർണിംഗ് കൂടുതൽ. ഓക്കെ, യൂസേഴ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കടലിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ തൊഴിലാളികളാണെങ്കിൽ അവർക്കെല്ലാം സ്പെസിഫിക് ആയിട്ട് തന്നെ വാർണിംഗ്സ് കൊടുക്കണം. കടലിൽ പോകാൻ പാടില്ല, ഇവിടെ സുനാമിയോ അല്ലെങ്കിൽ ഹൈ ടൈഡ്സോ ഒക്കെ ചെയ്യുന്ന സമയമാണ്, അതുകൊണ്ട് വലിയ ഡിസാസ്റ്ററോ എല്ലാം ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത്ര മണി തൊട്ടിട്ട് ഇത്ര മണീൻ്റെ ഇടയ്ക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഫോർകാസ്റ്റ് വഴി നമുക്ക് വാർണിംഗ്സിലും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റണം. ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ടു ബി ടേക്കൺ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ സ്ട്രൈക്സ്. അതായത് ഒരു പ്ലാനാണ് ഡിസാസ്റ്റർ ഒക്കർ ചെയ്യാൻ. ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു ഡിസാസ്റ്റർ, ഒരു ഫ്ലഡ് ഉണ്ടായി വിചാരിച്ചു. അങ്ങനെ ആണെങ്കിൽ ഈ വർഷം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നു, കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ വർഷം ഒക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ ഫ്ലഡിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കംപ്ലീറ്റ് പ്ലാനിങ്. ഫ്ലഡ് ഒക്കർ ചെയ്തെന്ന് വിചാരിച്ചു, ഒക്കർ ചെയ്തെങ്കിൽ ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ, ഫ്ലഡ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതിന്റെ കംപ്ലീറ്റ് പ്ലാൻ. ഫ്ലഡ് ഒക്കർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആൾക്കാരെ രക്ഷപ്പെടുത്താനും മറ്റ് മെഷേഴ്സ്, അതായത് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ. ഡിസാസ്റ്റർ ഒക്കർ ചെയ്തതിന് ശേഷം, ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നതിന് മുമ്പ്, ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ, ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്തു, ആ 3 സമയത്തുള്ള മൊത്തം പ്ലാനിങ് ഉണ്ടായിരിക്കണം. ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ സ്ട്രൈക്സ്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? വാട്ട് മെറ്റീരിയൽസ് ആർ അവൈലബിൾ, എന്തൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, എവിടെയാണ് അത് അവൈലബിൾ, ആരെടുത്താണ് അവൈലബിൾ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫുഡിന്റെ കേസ് എടുക്കാം. ഫുഡ് എവിടെ, എന്തൊക്കെ ഫുഡ് അവൈലബിൾ ആണ്, വെള്ളം ഉണ്ടോ, രാവിലത്തെ ഭക്ഷണം ഉണ്ടോ, വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടോ, അങ്ങനെ വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ്. ഓക്കെ, വേർ എവിടെയാണ് അത് ഇതെല്ലാം അവൈലബിൾ, ആരുടെ അടുത്താണ് അവൈലബിൾ, ഇത് കൃത്യമായിട്ടും അതിൻ്റെ അകത്ത് പ്ലാനിങ്ങിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ആർക്കാണ് റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടത്, ആരാണ് കോർഡിനേഷൻ മൊത്തം ചെയ്യേണ്ടത്, ഗവൺമെന്റ് ഒഫീഷ്യൽസ് എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, ഈ വക കാര്യങ്ങൾ. ടെമ്പററി ഷെൽട്ടർ എവിടെ കൺസ്ട്രക്ട് ചെയ്യണം, അതിന്റെ ഒരു പ്ലാനിങ്. പിന്നെ ഇപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽസ് മാത്രം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ ആ ഡിസാസ്റ്ററിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ പലപ്പോഴും NGOs, സോഷ്യൽ വർക്കേഴ്സ്, ഇന്റർനാഷണൽ ഏജൻസീസ്, ഇവരുടെ എല്ലായിടത്തും എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസീസ്, ഇവരുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ ഏതൊക്കെ ഏജൻസീസ് അവൈലബിൾ ആ, അവരുടെ ഹെൽപ്പ് എങ്ങനെയൊക്കെ നേടാൻ പറ്റും, ആ വക കാര്യങ്ങൾ, ഗൈഡ് ലൈൻസ്. ആൾക്കാരിൽ അവയർനെസ് ഉണ്ടാക്കണം. ഇപ്പൊ ഒരു പ്രത്യേക ഏരിയയിലാണ് ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്നതെങ്കിൽ ആൾക്കാരെ ആ ഏരിയയിൽ നിന്ന് മറ്റ് ഡിസാസ്റ്റർ കുറഞ്ഞ ഏരിയയിലേക്ക് മാറണം. അല്ലെങ്കിൽ അവര് ടെമ്പററി ആയിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിസാസ്റ്റർ കൂടിയ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യരുത്. ഒട്ടും വളരെ കുറവ് അല്ലെങ്കിൽ ഒക്കെ സാധ്യത കുറവുള്ള ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ ഫുഡിന്റെ കാര്യങ്ങൾ, ഷെൽട്ടറിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം ആൾക്കാരിൽ അവയർനെസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ അവയർനെസ് ഉണ്ടാക്കും, അതിന്റെ ഒരു പ്ലാനിങ്. കമ്മ്യൂണിറ്റീസിനെ എങ്ങനെ ഡീൽ ചെയ്യണം, അതിന്റെ ഒരു പ്ലാനിങ്. കൺസ്ട്രക്ഷൻ ഓഫ്, ഇപ്പൊ റിവറിന്റെ അവിടെയാണെങ്കിൽ എംബാങ്ക്മെന്റ് ഉണ്ടാക്കുക, വീടുകൾ റെഡിയാക്കുക, എന്താ പറയുക, പീരിയോഡിക്. ഇപ്പൊ നമ്മൾ റിവറൊക്കെയാണ് ഫ്ലഡ് കോസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ റിവർ ബാങ്ക്സ് എല്ലാം പീരിയോഡിക് ആയിട്ട് ഇൻസ്പെക്ഷൻ നടത്തുക. അവര് ഇനിയിപ്പോ ഫ്ലഡ് കോസ് ചെയ്യാണെങ്കിൽ അതിന്റെ സ്ട്രെച്ച് എത്രത്തോളം അത് കണ്ടുപിടിക്കുക, കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഈ വക കാര്യത്തിനെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു പ്ലാൻ. ഓക്കെ, ലാൻഡ് യൂസ് സോണിങ്. ഇതെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഡിഫറെന്റ് ലാൻഡ് സോൺ can be earmarked for major activities in accordance with the risk that they are likely to withstand. അപ്പോൾ ഓരോ ഒരു മൊത്തത്തിലുള്ള ഏരിയ ആണ്, ആ ഏരിയയിൽ ഓരോ സ്ഥലത്ത് എങ്ങനെയൊക്കെ എന്താ പറയാ, ഓരോ സോൺസ് എങ്ങനെയൊക്കെ എഫക്റ്റഡ് ആവാം. ഓക്കെ, അതിന്റെ ഇൻഡിക്കേഷൻ ഒക്കെയാണ് ലാൻഡ് യൂസ് സോണിംഗ് ഇസ് ദാറ്റ് so that different land zone can be earmarked for major activities in accordance with the risk that they are likely to withstand. Okay, ഇപ്പോ അവിടെയൊക്കെ ഓരോ ഏരിയയിൽ എന്തൊക്കെയാണ് മേജർ ആയിട്ട് ഡിസാസ്റ്റർ ഒക്കെ ചെയ്യാൻ സാധ്യത, എന്റെ എല്ലാവരും മാപ്പിംഗ് ഒക്കെയാണ്. അത് ഇതിപ്പോ ഓരോ ഏരിയ ഡിസാസ്റ്റർ വഴി എത്രത്തോളം എഫക്റ്റഡ് ആവുക, അതിന്റെ നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ലൈഫ്സ് വരെ, എത്ര ജീവൻ വരെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ ഇൻവെസ്റ്റ്മെന്റിൽ എത്രത്തോളം ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഈ പഠനം എല്ലാം നമുക്ക് നടത്താൻ പറ്റും.
ഇപ്പൊ ലാൻഡ് യൂസ് പ്ലാനിങ്ങിലെ മേജർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ് യൂസ് പ്ലാനിങ് പോളിസീസ് ആൻഡ് പ്ലാൻസ് സെറ്റ് ഔട്ട് ദ സോഷ്യൽ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഗോൾസ് ഓഫ് കോംപ്രിഹെൻസീവ് ലാൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ദ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. അതായത് സോഷ്യൽ, എക്കണോമിക്, എൻവയോൺമെന്റൽ ഗോൾസ്. ഓക്കെ, ഈ മൂന്ന് സംഭവത്തിന് അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെ നടത്താൻ പറ്റും, അതിന് നമുക്കൊരു എത്രത്തോളം എഫക്റ്റഡ് ആയി അത് എത്രത്തോളം നമുക്ക് ഓവർകം എങ്ങനെയൊക്കെ അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ് എല്ലാം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലീഗൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ടെന്യൂർ. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ലാൻഡ് സ്ലൈഡിങ് ആണ് വിചാരിച്ചോ. അപ്പൊ ലാൻഡ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ഥലത്തിന്റെ അതിരും മറ്റു സംഭവങ്ങളെല്ലാം നശിച്ചു പോകും. അപ്പൊ അവിടെ മുമ്പ് ലാൻഡ് സ്ലൈഡ് ഒക്കർ ചെയ്യുന്നതിന് മുമ്പ് ഏതൊക്കെ സ്ഥലം ആരുടെയൊക്കെ ആയിരുന്നു, ലീഗലി ആരുടെയൊക്കെ ആയിരുന്നു, അതിന്റെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് പിന്നീട് നമുക്ക് ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നതിന് ശേഷം നമുക്ക് പിന്നീട് അതിനനുസരിച്ച് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ സ്ഥലത്തിന്റെ വില എന്തുണ്ടായിരുന്നു, വാല്യൂ എന്തുണ്ട്, ഇപ്പൊ ഫോഴ്സസ് ഓഫ് സപ്ലൈ, ഡിമാൻഡ്, ലാൻഡിന്റെ അതെല്ലാം നമുക്ക് കണക്കാക്കാൻ പറ്റും. എത്ര രൂപേന് നഷ്ടം വന്നു, അല്ലെങ്കിൽ അതെല്ലാം നമുക്കൊരു കാൽക്കുലേഷൻ നടത്താൻ പറ്റും. ലാൻഡ് യൂസ് കൺട്രോൾസ്, അതായത് ഈ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഏത് ലാൻഡും ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രൈവറ്റുകാർക്ക് ആർക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയല്ല. ഇപ്പൊ പല ലാൻഡുകൾക്കും പല കൺട്രോൾസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോറസ്റ്റ് ലാൻഡ് ഫോറസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലാതെ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കോസ്റ്റൽ ലാൻഡിന് അതിൻ്റെതായ റെഗുലേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലാൻഡ് യൂസ് കൺട്രോൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ലാൻഡ് യൂസ് സോണിംഗ് വഴി. പ്രിപ്പയർനെസ് ത്രൂ IEC. IEC എന്ന് പറഞ്ഞാൽ I ഫോർ ഇൻഫർമേഷൻ, E ഫോർ എഡ്യൂക്കേഷൻ, C ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം, എഡ്യൂക്കേഷൻ ആണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ടെക്നോളജി വളരെയധികം യൂസ് ചെയ്തിട്ട് അതുവഴി നമുക്ക് ഒരുപാട് ഹെൽപ്പ് നേടാൻ പറ്റും. ഇപ്പൊ എഡ്യൂക്കേഷൻ പ്ലേസ് എ കീ റോൾ. പിന്നെ കമ്മ്യൂണിക്കേഷൻ, നമ്മളൊക്കെ ഇൻഫർമേഷൻ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, ആ മാസ് അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് പോപ്പുലേഷനിൽ നമുക്ക് ആ ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ അതിൽ ഇൻഫർമേഷൻ നോക്കാം. ഇൻഫർമേഷന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആൾക്കാര് അവയർനെസ് ഉണ്ടാക്കുക. ഓക്കെ, ഇങ്ങനെ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യാൻ വേണ്ടി അതിന്റെ എഫക്റ്റ് ഇതായിരിക്കാം, അങ്ങനത്തെ അത് എത്രത്തോളം ഭീകരമായിട്ടുള്ള ഡിസാസ്റ്റർ ആണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ആൾക്കാരിൽ അവയർനെസ് ഉണ്ടാക്കുക. അതാണ് ഇൻഫർമേഷന്റെ പ്രധാന പർപ്പസ്. ഇത് അഡ്മിനിസ്ട്രേഷനോ അതർ ഏജൻസിക്ക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, കമ്മ്യൂണിറ്റീനെ പിന്നീടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഇന്റേണൽ കോപ്പിംഗ് മെക്കാനിസത്തിന് ഉപയോഗിക്കാം. ഇന്റേണൽ കോപ്പിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം ഗവൺമെന്റ് വന്ന് ചെയ്ത് തരും, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് വന്നിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നിന്നതിനെ കൊണ്ട് കാര്യമില്ല. ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്നത് എന്തുണ്ട് അത് നമ്മൾ ചെയ്യണം. അതാണ് ഇന്റേണലി നമ്മൾ തന്നെ കോപ്പ് ചെയ്യണം. അതെയാണ് എഡ്യൂക്കേറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ്സ് കറക്റ്റ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ. അതായത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സംഭവം, എവിടെയാണ് സംഭവം, എപ്പോഴാണ് സംഭവം, എങ്ങനെയാണ് സംഭവം, എത്രത്തോളമാണ് സംഭവം, ഈ വക സാധനത്തിന്റെ എല്ലാത്തിന്റെ ഉത്തരം. ഒരു ഫ്ലഡ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒക്കർ ചെയ്തിരിക്കുന്നത്, ഫ്ലഡാണ് ഒക്കർ ചെയ്തത്, എപ്പോഴാണ് ഒക്കർ ചെയ്യുക, അടുത്ത 2 മണിക്കൂറിനുള്ള ഒക്കർ എന്ന് പറയാം, എവിടെയാണ് ഒക്കർ ചെയ്യുക, ഇന്ന സ്ഥലത്താണ് ഒക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഒക്കർ ചെയ്യുക, ഭയങ്കര മഴ ഉണ്ട് അതുകൊണ്ട് റിവറിൽ വെള്ളം കയറി അതുകൊണ്ട് ഫ്ലഡ് ഒക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്, എത്രത്തോളം എഫക്ട് ചെയ്യും, ഇത്രത്തോളം ഏരിയ 2, 3, 4 കിലോമീറ്റർ ഓഫ് ഏരിയ എഫക്റ്റഡ് ആവാം. അപ്പൊ അങ്ങനത്തെ ഒരു വാട്ട്, വെൻ, വേർ, ഹൗ മച്ച്, ഇതെല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന ഇൻഫർമേഷൻ. It also addresses the issue of probability of occurrence of disaster. Probability disaster occurring സാധ്യതയുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്, അതിനെ അഡ്രസ് ചെയ്യുന്നതായിരിക്കണം. ആൾക്കാർക്ക് പെട്ടെന്ന് ആ റിസ്കിന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ എവേക്കൻ ചെയ്യാം, ആൾക്കാരെ അവെയർ ചെയ്താൽ മാത്രം പോലും എവേക്കൻ ചെയ്യണം. അവെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ ഫ്ലഡ് ഒക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്, ഓക്കെ അവേക്കൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്നുകൂടി കാര്യമായിട്ടും ജസ്റ്റ് ആ അറിവ്, ഫ്ലഡ് ഒക്കർ ചെയ്യാൻ സാധ്യത ആ അറിവ് മാത്രം പകർന്നാൽ പോരാ, അവരെ അത് അവേക്കൻ ചെയ്യണം, അതിന്റെ സീരിയസ്നെസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം.
അവരവരുടെ വീടിൽ നിന്നും വിട്ട് മാറി നിൽക്കണം, ഫ്ലഡ് കോസ് ചെയ്യാൻ സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കണം. ഇതെല്ലാം എഡ്യൂക്കേഷൻ വളരെ കീ റോൾ നമുക്ക് അതിൽ കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, community people, it sensitizes the people in the community, and besides making them aware of risk, it enlightens them about the individual and collective stake. The action need to be taken and the roles, and it also motivates them to act. അതായത് അത് ഇങ്ങനെ ഒരു സംഭവം ഒക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്, ഡിസാസ്റ്റർ ഒക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന അവയർനെസ് മാത്രം കൊടുത്താൽ പോരാ, അതുവഴി അവർ ഇൻഡിവിജ്വൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കളക്റ്റീവായിട്ട് മൊത്തത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ റോൾ എന്താണ്, അവര് അങ്ങനത്തെ മോട്ടിവേഷൻ, അവർ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല, അതെല്ലാം അവരെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. അതാണ് എഡ്യൂക്കേഷന്റെ മെയിൻ പർപ്പസ്. അവർക്ക് കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ വഴിയവർക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിവുണ്ടാവും. അതായത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ആരെ വിളിക്കണം, ആരെ കോണ്ടാക്ട് ചെയ്യണം, അതൊക്കെ സംഭവങ്ങൾ, ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യണം, ഇതെല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ സിറ്റുവേഷനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റീസ് ഓഫ് ഇൻഫർമേഷൻ നല്ല രീതിയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതുവഴി മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയും ഈ കൗണ്ടർ ഡിസാസ്റ്റർ മെഷേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവ് പകരുകയും അത് ഹെൽപ്പ് ചെയ്യണം. അതുവഴി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രോം എ നോളജബിൾ സോഴ്സ് ടു മാസ് ഗ്രൂപ്പ്. അതായത് ഇപ്പൊ ഒരാൾക്ക് മൊത്തം അറിവുണ്ട്, ഈ ഡിസാസ്റ്റർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എപ്പോ ഒക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്, എന്തുകൊണ്ട് ഒക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്, എത്രത്തോളം ആൾക്കാരെ എഫക്ട് ചെയ്യാൻ സാധ്യത, എല്ലാ അറിവുണ്ട്. പക്ഷെ ആ അറിവ് മറ്റുള്ള മാസ് ഗ്രൂപ്പിലേക്ക് എത്തിക്കണം. അതെങ്ങനെ നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, സോ അത് എഡ്യൂക്കേഷനും അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് വളരെ ക്രൂഷ്യലാണ്. കാരണം ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രീ ഡിസാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഒരു ഡിസാസ്റ്റർ ഒക്കെ തൊട്ട് മുമ്പത്തുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ആൾക്കാരെ ഇത് എത്തിക്കുക, ഒരാളും രണ്ടാളും അല്ല, മൊത്തം ആൾക്കാരിൽ ഇത് എത്തിക്കുകയും അതുവഴി ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെ ഒരു സേഫർ പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വഴി അച്ചീവ് ചെയ്യുകയും ചെയ്യേണ്ടത്. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതായത് റെഡ്യൂസിങ് ദ എഫക്ട് ഓഫ് എന്താ പറയുക ഡിസാസ്റ്റർ, അതിനാണ് കാര്യമായിട്ട് ഡിസാസ്റ്റർ മിറ്റിഗേഷനോട് ഉദ്ദേശിക്കുന്നത്. When used in this sense, mitigation includes those actions which are often categorized as being preparedness measures. അതായത് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറയുന്നത് ആ പ്രിപ്പയർനെസ് മെഷറിനോട് സിമിലർ ആയിട്ട് വരും അല്ലേ. നമ്മള് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇപ്പോ നമ്മളൊന്നും ചെയ്യാതിരിക്കുക, അപ്പൊ ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എഫക്ട് ഉണ്ടാവും, ഓക്കെ, എത്രത്തോളം അത് എഫക്ട് ചെയ്യും. അതിന്റെ എഫക്ട് കുറയ്ക്കുക എങ്ങനെ? ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന മുമ്പ് തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുക. ഓക്കെ, അതിന്റെ എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനാണല്ലോ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള മീനിങ്ങിൽ വരും അല്ലെ. പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഡിസാസ്റ്ററിന് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുക, അതിന്റെ എഫക്ട് കുറയ്ക്കാൻ വേണ്ടി. രണ്ടെണ്ണം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പൊ മിറ്റിഗേഷനും പ്രിപ്പയർഡ്നെസ്സും ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മിറ്റിഗേഷൻ ലോങ് ടേം റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ഡാം കൺസ്ട്രക്ഷൻ വഴി നമുക്ക് ഡ്രോട്ടിന്റെ എഫക്ട് ഡ്രോട്ട് കോസ് ചെയ്യുന്ന ഡിസാസ്റ്ററിന്റെ എഫക്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതൊരു ലോങ് ടേം റിസ്ക് റിഡക്ഷൻ മെഷർ ആണ് ഡാം കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ പറയുന്ന സംഭവം. ഓക്കെ, പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നല്ല, ലോങ് ടേം റിഡക്ഷൻ മെഷേഴ്സ് അല്ല അത്. ഓക്കെ, ഇപ്പോൾ മിറ്റിഗേഷൻ ഇൻവോൾവ്സ് നോട്ട് ഓൺലി സേവിംഗ്സ് ലൈഫ്സ് ആൻഡ് injury and reducing property loss, but also reducing the adverse consequence of natural hazards to economic activities and social institutions. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, അത് ആൾക്കാരുടെ ലൈഫ് സേവ് ചെയ്യുക, ഇഞ്ചുറി കുറയ്ക്കുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ലോസുകൾ കുറയ്ക്കുക, ഇത് മാത്രമല്ല മിറ്റിഗേഷൻ. പക്ഷെ
നാച്ചുറൽ ഹസാർഡ്സിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം കോസ് ചെയ്യുന്ന എഫക്ട്സ് എല്ലാം തന്നെ കുറയ്ക്കാനും മെയിൻലി അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് മിറ്റിഗേഷൻസ് ഉണ്ട്, നോൺ സ്ട്രക്ചറൽ ഉണ്ട്, സ്ട്രക്ചറൽ ഉണ്ട്. ഇപ്പോ നോൺ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ വഴിയുള്ള സംഭവങ്ങളാണ്. ഓക്കെ, നോൺ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ്, കുറച്ച് ആക്ടിവിറ്റീസ് അല്ലെ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ കുറച്ച് പ്ലാനിങ്സ് മിറ്റിഗേഷന്റെ എഫക്റ്റിനെ ഡിസാസ്റ്ററിന്റെ എഫക്റ്റിനെ അല്ലെങ്കിൽ ഡിസാസ്റ്ററിന്റെ എഫക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാനിങ്സ് അല്ലെ ഡിസിഷൻ മേക്കിങ്സ്, കറക്റ്റ് ഡിസിഷൻ മേക്കിങ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനത്തെ പല കാര്യങ്ങൾ വഴി നമുക്ക് ഡിസാസ്റ്ററിന്റെ എഫക്ട്സിനെ കുറയ്ക്കാനുള്ള ടെക്നിക്സിനാണ് നമ്മൾ നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഒരു ഫ്ലഡ് ഒക്കെ അറിയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ നമ്മൾ എഡ്യൂക്കേഷൻ വഴിയോ ട്രെയിനിങ് വഴിയോ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ ആണ്. പബ്ലിക് എഡ്യൂക്കേഷൻ, ഇവാക്യുവേഷൻ പ്ലാനിങ്, എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നു, ഫ്ലഡോ ഒരു എർത്ത് കേക്കോ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, ഇപ്പൊ വാർണിംഗ് സിസ്റ്റംസ്, ഇപ്പൊ ഒരു സുനാമിന്റെ ഒക്കെ വാർണിംഗ് സിസ്റ്റംസ് എല്ലാം ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെ ബേസിക്കലി നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ് ആണ്. സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഫിസിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സംഭവമാണ്. ഇനി ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ടു റെഡ്യൂസ് ഓർ അവോയ്ഡ് പോസിബിൾ ഇമ്പാക്ട്സ് ഓഫ് ഹസാർഡ്സ്, അതൊക്കെയാണ് സ്ട്രക്ചറൽ മിറ്റിഗേഷനിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ എർത്ത് ക്വേക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ. ഇപ്പൊ നമ്മളെ ഫ്ലഡ് ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവില്ല ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ. ഇപ്പൊ ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ ഉണ്ടാവില്ല, താഴത്തെ തറയെല്ലാം, അതെല്ലാം കുറച്ച് ഹൈറ്റിൽ കുറച്ചും കൂടി ഫ്ലഡ് സാധാരണ എല്ലാ വർഷവും ഫ്ലഡ് കോസ് ചെയ്യാനുള്ള ലെവല് നമുക്ക് ഏകദേശം അറിയെങ്കിൽ, ഇപ്പൊ സ്ഥിരം ഫ്ലഡ് കോസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കുട്ടനാട് പോലത്തെ സ്ഥലങ്ങളാണെങ്കിൽ അവിടെ സ്ഥിരം ഫ്ലഡ് അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഏകദേശം ഫ്ലഡിന്റെ ലെവൽ നമുക്കറിയാം എല്ലാ വർഷവും എത്രത്തോളം വെള്ളം ഉയരാറുണ്ട്. ആ വെള്ളം അതിനനുസരിച്ച് നമ്മുടെ വീടിന്റെ പ്ലിന്ത് ഏരിയ അല്ലെ തറ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയിട്ടെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം ഫ്ലഡിന്റെ എഫക്ട്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കൺസ്ട്രക്ഷൻ എല്ലാം നമുക്ക് ബേസിക്കലി ഈ സ്ട്രക്ചറൽ മിറ്റിഗേഷന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നോൺ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ കഴിയുന്ന അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ലോക്കൽ കൺസ്ട്രക്ഷൻ നടത്തുന്ന ആൾക്കാർ വിത്തൗട്ട് മച്ച് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ഇങ്ങനത്തെ സ്ഥിരം എന്താ പറയാ ഡിസാസ്റ്റർ എഫക്റ്റഡ് ഏരിയാസിന് ഉണ്ടാവുന്ന കൺസ്ട്രക്ഷൻ എല്ലാം എഞ്ചിനീയറിംഗ് ടെക്നിക്സോ ഐഡിയാസോ യൂസ് ചെയ്യാതെ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്സും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, ഇപ്പൊ എഞ്ചിനീയറിംഗ് ടെക്നിക്സും റെട്രോഫിറ്റിംഗ് ബിൽഡിങ്സ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന ബേസിക്കലി അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ബേസിക്കലി സ്ട്രക്ചറൽ മിറ്റിഗേഷന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എക്സാമ്പിൾ ഓഫ് മിറ്റിഗേഷൻ മെഷേഴ്സ്, ഫോർ എക്സാമ്പിൾ അങ്ങനത്തെ പറയാം. ഇപ്പൊ സൈക്ലോൺ, ഫ്ലഡ്, എർത്ത് എല്ലാം റെസിസ്റ്റ് ചെയ്യുന്ന ബിൽഡിങ്സ് ഉണ്ടാക്കുക, ഇൻകോർപ്പറേഷൻ ഓഫ് ഹസാർഡ് റെസിസ്റ്റൻസ് ഇൻ സ്ട്രക്ചേഴ്സ് ഓർ പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ഇൻ ന്യൂ ഡെവലപ്മെന്റ് പ്രൊജക്ട്സ്. പുതിയ പ്രൊജക്ട്സ് എല്ലാം തന്നെ നമ്മൾ ഹസാർഡ് റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. ഇപ്പോ ക്രോപ്സ് ഒക്കെയാണ്, സ്ഥിരം വെള്ളം കയറുന്ന സ്ഥലമാണ്, അവിടെ ഈ വെള്ളത്തിന്റെ എഫക്റ്റിനെ ഓവർകം ചെയ്യാൻ കഴിവില്ല രീതിയിലത്തെ ക്രോപ്സ് ഡെവലപ്പ് ചെയ്യാം. ക്രോപ്പിന്റെ സൈക്കിൾ മാറ്റുക. സ്ഥിരം ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്തേക്കാണ് ക്രോപ്പ് എല്ലാം റൈപ്പ് ചെയ്ത് റെഡി ആയി നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഫുൾ ഫ്ലഡിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിന്റെ കുറച്ച് മുമ്പ് ക്രോപ്പ് റെഡി ആവുന്ന രീതിയിൽ വേണം നമ്മൾ ക്രോപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് ഹാർവസ്റ്റ് എല്ലാം ചെയ്തിട്ട് നമുക്ക് ഫുഡെല്ലാം കൃത്യമായിട്ട് നമുക്ക് നഷ്ടപ്പെടാതെ സേവ് ചെയ്യാം. ലാൻഡ് യൂസ് പ്ലാനിങ് ആൻഡ് കൺട്രോൾസ് ടു റെസ്ട്രിക്ട് ആക്ടിവിറ്റീസ് ഹൈ റിസ്ക് ഏരിയാസ്. അതായത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം കൺസ്ട്രക്ഷൻസ് എല്ലാം പ്രിവെന്റ് ചെയ്യുക. ഓക്കെ, എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ ടു അലോ ലോസസ് ഇൻ വൺ സെക്ടർ ടു ബി ഓഫ്സെറ്റ് ബൈ ഇൻക്രീസ് ഓഫ്സെറ്റ് ഇൻ അതർ സെക്ടർ. ഓക്കെ, ഒരു സ്ഥലത്ത് ഇപ്പൊ അഗ്രികൾച്ചറിന്റെ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ഹൈ ഔട്ട്പുട്ട് ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട്, സോ ദാറ്റ് മൊത്തം എക്കണോമി ഇടിഞ്ഞ് ഒരു വലിയൊരു ഫ്ലഡോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഒക്കെ കഴിയുമ്പോഴത്തേന് മൊത്തം നമ്മളെ എക്കണോമി ഇടിഞ്ഞ് ഒന്നും ഇല്ലാത്ത രീതിയിലായി പോകുന്നതിനെക്കാട്ടും ഭേദം ഇവിടെ ഒരു സെക്ടറിൽ എഫക്റ്റ് ആവും, മറ്റേ സെക്ടറിൽ ഗ്രോസ് ഔട്ട്കം ഇൻക്രീസ് ചെയ്യാം, സോ ദാറ്റ് എക്കണോമി ബിക്കംസ് സ്റ്റേബിൾ. ഡിസാസ്റ്റർ റെസിസ്റ്റന്റ് ഹൗസ് കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ,
mitigation strategy for earthquake disaster. Okay, building configuration. Okay, long wall should be supported by reinforced concrete column. Okay, concrete വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കണം വലിയ വാളുകളെല്ലാം തന്നെ. ഓക്കെ, ബിൽഡിംഗ് കഴിയുന്ന റെക്ടാങ്കുലർ പ്ലാൻ ആയിരിക്കണം. TLUX ഷേപ്പിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ റെക്ടാങ്കുലർ ബ്ലോക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം. കാരണം എർത്ത് കാര്യമായിട്ട് ആദ്യം തന്നെ ഷേക്ക് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഷേക്ക് ചെയ്യുമ്പോൾ ബാക്കി എല്ലാം ഡിസ്ട്രോയ് ആയി പോകുന്നു. അപ്പോൾ ഫൗണ്ടേഷൻ എർത്ത് കേക്ക് റെസിസ്റ്റന്റ് രീതിയിൽ ഉണ്ടാക്കണം. ഓപ്പണിങ്സ് ഇത് വോൾ ചുമരിലുള്ള ഓപ്പണിങ്സ് കഴിയുന്നതും കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. ഉള്ള ഓപ്പണിംഗ് ആണെങ്കിൽ ചുമരിന്റെ അല്ലെങ്കിൽ വോളിന്റെ സെന്ററിലായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അതെല്ലാം എർത്ത് കേക്കിനെ റെസിസ്റ്റ് ചെയ്യും. സൈക്ലോൺ ഡിസാസ്റ്റർ എന്ന റെസിസ്റ്റന്റ് ചെയ്തുകൊണ്ടുള്ള സ്ട്രാറ്റജി എന്താ പറയാ സ്ട്രക്ചറൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാൻ കഴിയുന്നു. പിന്നെ ബെറ്റർ ആർക്കിടെക്ചർ ഡിസൈൻ ഉപയോഗിക്കുക. ഈ വിൻഡിന്റെ സ്പീഡും ഡയറക്ഷനും എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഡിസൈൻ ആക്കുക. അത് അത്ര നല്ലതായിരിക്കും. കാരണം സൈക്ലോണിന്റെ എഫക്റ്റിൽ ഒരു പരിധി വരെ നമുക്ക് വ്യതിചലിക്കാൻ പറ്റും. പിന്നെ വിൻഡ് ബ്രേക്കേഴ്സ് ആയ ട്രീസും മറ്റു കാര്യങ്ങളെല്ലാം വീടിന്റെ ചുറ്റുഭാഗത്തും എല്ലാം പ്ലാൻ ചെയ്യുക. കാരണം അപ്പോൾ വിൻഡിന്റെ സ്പീഡ് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താം ആ ട്രീസിനെല്ലാം പറ്റും, നമ്മളെ വീട് എഫക്റ്റഡ് ആവാതെ. പിന്നെ ഈ ഒരു എഫക്റ്റ് ഒരു സ്ഥലം മുഴുവൻ ഇപ്പോൾ സൈക്ലോൺ വെച്ച് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പററി ഷെൽട്ടർ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് സൈക്ലോൺ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വലിയ ഷെൽട്ടർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വീടുകളെല്ലാം നഷ്ടപോയി കഴിഞ്ഞാൽ ആ ഷെൽട്ടറിലേക്ക് ആൾക്കാർക്ക് മാറാം. അല്ലെങ്കിൽ ഈസിലി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഷെൽട്ടർ ആയാലും മതി. ഓക്കെ, ഫ്ലഡിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മലേന്റെ ഇടുക്കില് വീട് മറ്റേ കൺസ്ട്രക്ഷൻ പ്രിവെന്റ് ചെയ്യുക. അതാണ് സൈഡ്സ് ഓഫ് ഗോക്സ് എന്ന് പറയുന്നത്. പിന്നെ സീ കോസ്റ്റ് റിവർ കോസ്റ്റിൽ നിന്ന് ഒരു 250 മീറ്ററോളം വിട്ടിട്ട് കൺസ്ട്രക്ഷൻ നടത്താൻ പാടുള്ളൂ. പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കി വെക്കുക. പ്ലിന്ത് ലെവൽ ഹയർ ആക്കുക. ഞാൻ പറഞ്ഞില്ല, വീടിന്റെ തറയുടെ ലെവല് കുറച്ച് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാം. റേസ്ഡ് പ്ലാറ്റ്ഫോം, നമ്മുടെ വീടുകളും വില്ലേജ് എല്ലാം ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. പിന്നെ നമ്മളെ ഈ വീട് മറ്റ് കൺസ്ട്രക്ഷനിലാണ് കഴിയുന്നതും ഈ വെള്ളത്തിനടിയിൽ കൂടെ ഒഴുകി പോവാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. പിന്നെ ഓക്കെ, അങ്ങനത്തെ കുറച്ച് മെഷേഴ്സ് എല്ലാം എടുക്കാം. പോപ്പുലേഷൻ വൾണറബിൾ ഏരിയാസ് കണ്ടുപിടിച്ചിട്ട് അവിടെ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ഥിരം ഫ്ലഡ് കോസ് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ സ്ഥിരം ലാൻഡ് സ്ലൈഡ് എല്ലാം ഒക്കറിയുന്ന ഏരിയ ആണ്. അവിടെ നിന്ന് ആൾക്കാരെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവർക്ക് സ്ഥലം കൊടുക്കുകയോ അങ്ങനെ ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ സ്ഥലം കൊടുക്കുക അല്ലെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് ദേ ആർ നോട്ട് അഫക്റ്റഡ് ബൈ ദിസ് കൈൻഡ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രധാനമായിട്ട് കോസ്റ്റൽ ഏരിയ, വോൾക്കാനിക് ഇറപ്ഷൻ ഏരിയ, സീസ്മിക് സോൺസ്, ഫ്ലഡ് ഏരിയ, ഇവിടുന്നൊക്കെയാണ് ആൾക്കാരെ മാറ്റേണ്ടത്. അവയർനെസ്, ഓക്കെ, ആൾക്കാരിലെ പബ്ലിക് ഒഫീഷ്യൽസിനെ ട്രെയിൻ ചെയ്ത് വിടുക, ആൾക്കാരെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടെക്നിക്കൽ പീപ്പിൾസോ NGOസിനെല്ലാം പ്രത്യേകം ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കുക. ജനറൽ പബ്ലിക്കിനെ അവെയർ ചെയ്യുക. പിന്നെ അവയർനെസ് ക്യാമ്പയിൻ നടത്തുക. റൂറൽ ഏരിയാസിലെ NGOs, ലോക്കൽ പഞ്ചായത്ത് വഴിയെല്ലാം അവയർനെസ് ക്യാമ്പയിൻ നടത്തുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എമർജൻസി സ്റ്റേജ്, നമ്മളിത് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ രണ്ടാമത്തെ സ്റ്റേജാണ് എമർജൻസി സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ അതാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എമർജൻസി സ്റ്റേജ് ആണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് റെസ്ക്യൂ, ഇവാക്യുവേഷൻ, ഓക്കെ, ഷെൽട്ടർ ഉണ്ടാക്കുക, റിലീഫ്, ലൈഫ് സ്റ്റോക്ക് മറ്റു സംഭവമെല്ലാം റിലീഫ്, മരിച്ചുപോയ വ്യക്തികളായാലും ലൈഫ് സ്റ്റോക്സ് ആയാലും അതിനെല്ലാം ഡിസ്പോസൽ, ഡാമേജ് അസസ്മെന്റ് സർവേ, എത്രത്തോളം ഡാമേജ് സംഭവിച്ചോ അതിനെ അസസ് ചെയ്യുക. ഇതൊക്കെയാണ് കാര്യമായിട്ട് എമർജൻസി സ്റ്റേജിനകത്ത് വരുന്നത്. ഓക്കെ, റാപ്പിഡ് ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലത്തെ ഫോഴ്സുകൾ വേണം ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഫോം ചെയ്യണം എമർജൻസി സ്റ്റേജിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് വേണ്ട ടെക്നിക്കൽ നോളജും സ്കിൽസും എല്ലാം തന്നെ കൊടുത്ത് അവർ റെഡിയാക്കിയിരിക്കണം. അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളാണ് ഇതിൽ വഹിക്കുന്നത്.
പിന്നെ അഡ്മിനിസ്ട്രേഷന് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ലോക്കൽ ആൾക്കാരെയും സഹായം കൂടി കണക്കിലെടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ NGOs, ലോക്കൽ ബോഡീസ്, പഞ്ചായത്ത് ലെവലിലെല്ലാം ഇതിന് ആൾക്കാരുടെ ഹെൽപ്പ് തേടാൻ പറ്റും. ഓക്കെ, ഇപ്പൊ അതുകൂടാതെ NSS, NCC, സ്കൗട്ട്സ് അങ്ങനത്തെ പിന്നെ അല്ലാത്ത വോളണ്ടറി ഓർഗനൈസേഷന്റെ ഹെൽപ്പ് എല്ലാം തേടാം. ട്രെയിനിങ് ഫോർ റിസർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ. റിസർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആർമി കുറെ ടീംസ് ഉണ്ട് നമുക്ക്. ആർമി ഉണ്ട്, പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ട്, BSF ഉണ്ട്, CISF ഉണ്ട്, സ്കൗട്ട്സ്, NCC. അതുകൂടാതെ പിന്നെ ടീച്ചേഴ്സ്, പോസ്റ്റ്മാൻ, വില്ലേജ്, പഞ്ചായത്ത്, ഇവർക്കെല്ലാം ടെക്നിക്കൽ വർക്ക്സും മറ്റു കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, റെസ്ക്യൂ ഓപ്പറേഷൻ ഇവരെല്ലാം ഹെൽപ്പ് നേടാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് റിലീഫ് ഓപ്പറേഷൻ ടു ബി ക്യാരിഡ് ഔട്ട്. ഓക്കെ, ആദ്യം ചെയ്യേണ്ട ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുക. പിന്നെ അവരുടെ മെഡിക്കൽ, ഹെൽത്ത് കെയർ, ഷെൽട്ടർ, ക്ലോത്തിങ്, വാട്ടർ, ഫുഡ്, ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുക. പിന്നെ റിലീഫ് സപ്ലൈ ആൻഡ് സർവീസസ്, ഫ്രീ ഓഫ് ചാർജ്, കാശ് മേടിക്കാതെ ചെയ്യാൻ പറ്റുന്ന റിലീഫ് സപ്ലൈ സർവീസുകളെല്ലാം ചെയ്യാം. പിന്നെ എക്സ്റ്റെൻഡ് എമർജൻസി റിലീഫ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത പീരീഡിൽ വേണ്ടി വന്നെന്ന് വരാം. ഇപ്പം ഒരു ഫ്ലഡ് കോസ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ഫ്ലഡ് കോസ് ചെയ്തെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അത് വീണ്ടും ഒരു എക്സ്റ്റെൻഡ് പീരീഡിൽ നമുക്ക് അവർക്ക് സഹായം വേണ്ടി വന്നെന്ന് വരും. കാരണം അവരുടെ വീടുകളിലെല്ലാം കംപ്ലീറ്റ് തന്നെ ഇപ്പൊ ഫുള്ള് മണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും, ചെളി നിറഞ്ഞിട്ടുണ്ടാവും. അവിടെ പലതരത്തിലുള്ള പാമ്പുകള്, അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെല്ലാം ഉണ്ടാവാം, തേള്, അങ്ങനത്തെ മൃഗങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നെല്ലാം തന്നെ ക്ലീൻ ചെയ്ത്, വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് ഒന്നും കൂടി താമസിക്കാൻ യോഗ്യമായി തീർക്കണമെങ്കിൽ ഇതിന് ഒരുപാട് സമയം വേണ്ടിയെന്ന് വരാം. സോ അതെല്ലാം നോക്കുക. സെർച്ച് ആൻഡ് റെസ്ക്യൂ. ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് സെർട്ടൺ ഏരിയസ്, ബിൽഡിങ്സ് എല്ലാം തന്നെ നമുക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂ നടത്തണം. കാരണം ആരെങ്കിലും ജീവനോടെ അപ്പോഴും ഉണ്ടെങ്കിൽ അത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാറ്. അതെന്താണെന്ന് പറഞ്ഞാൽ പേഴ്സൺ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്ന ആൾക്കാരും ഇഞ്ചുറീസും ഡാമേജ്ഡ് ബിൽഡിങ്സും അങ്ങനത്തെ ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസും മറ്റു കാര്യങ്ങളെ ഹെൽപ്പ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കണ്ടീഷൻ വേഴ്സൺ ആവുകയാണ്, ലോക്കൽ ഗ്രൂപ്പ്സിന് വിചാരിച്ചിട്ട് മാത്രം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പാരാമിലിറ്ററി ഫോഴ്സസ്, ആർമി, നേവി, എയർഫോഴ്സ് ഇവരെല്ലാം സഹായത്തിന് വിളിക്കാം. ഓക്കെ, ബേസിക് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ജീവനോടെ റെസ്ക്യൂ ചെയ്യാന്നാണ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. അസസ്മെന്റ് സർവേ ചെയ്യുന്നതെന്ന് എത്രത്തോളം ആ ഡിസാസ്റ്ററിന് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ഹെൽപ്പിംഗ് പാക്കേജുകൾ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് എത്രത്തോളം സമയം പിടിക്കും അതെല്ലാം നോർമൽ കണ്ടീഷൻസിലേക്ക് ആക്കാൻ വേണ്ടി തീരുമാനിക്കാൻ പറ്റും. അത് പോസ്റ്റ് ഡിസാസ്റ്റർ ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. റിക്കവറി ഡെവലപ്മെന്റ് എല്ലാം ചെയ്യാൻ പറ്റും. എത്രത്തോളം ആൾക്കാർ മരണപ്പെട്ടു അതിനനുസരിച്ച് അതിന്റെ കാൽക്കുലേഷൻ ഞാൻ ചെയ്തതിനു ശേഷം മരിച്ച ആൾക്കാരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പാക്കേജ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞിട്ട് ബേസിക് സർവീസസ് റെസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ റിപ്പയർ ചെയ്യുക, വീടുകളാണെങ്കിൽ റിപ്പയർ ചെയ്യുക, കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, എക്കണോമിക് ആക്ടിവിറ്റീസ് റിവൈവ് ചെയ്യുന്ന രീതിയിൽ, അഗ്രികൾച്ചറും മറ്റു കാര്യങ്ങളെല്ലാം റിവൈവ് ചെയ്യുന്ന രീതിയിൽ താൽക്കാലികമായിട്ടെങ്കിലും നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് റീഹാബിലിറ്റേഷൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പഴയതുപോലെ തന്നെ കാര്യങ്ങളാക്കി തീർക്കുക. അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ റീകൺസ്ട്രക്ഷൻ എന്ന് പറയും. ഓക്കെ, എനേബിളിംഗ് ദ എഫക്റ്റഡ് അതായത് റീഹാബിലിറ്റേഷൻ മെയിൻലി പറയുന്ന എഫക്റ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷന് ഓൾമോസ്റ്റ് അവരുടെ നോർമൽ ലൈഫിലേക്ക് കൃത്യമായിട്ട് അവരുടെ നോർമൽ ലൈഫിൽ എത്തിയിട്ടില്ലെങ്കിലും ആ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് ആണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് റിലീഫ് കൊടുക്കുക, ലോങ് ടേം റീകൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങളെല്ലാം പിന്നീട് വരും അതിന്റെ കൂടെ തന്നെ. ഫുൾ റെസ്റ്റോറേഷൻ ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞു എന്ന് പറയുന്നു.
പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജിലെ രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, recovery from major disaster event necessitate large quantities of material, human resource and good organization institutional capacity. Okay, നമുക്ക് ഇപ്പോൾ വേരിയസ് നാഷണൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഗവൺമെന്റ് ആണ് മൊത്തത്തിൽ ശരിക്കും പറയാവുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവരെ പഴയ റീകൺസ്ട്രക്ഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവരെ പഴയ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈവൻ ദോ നമുക്ക് നാഷണൽ വേറെ നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനെല്ലാം ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഓക്കെ, പക്ഷെ പൊളിറ്റിക്കലി ബേസിക്കലി ഗവൺമെന്റ് ആണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ എഫക്റ്റീവ് റിക്കവറി റെസ്പോൺസ്, അപ്പോൾ അത് ബേസിക്കലി അതോറിറ്റിന്റെ പ്ലാനിങ്ങും കോർഡിനേഷനും മറ്റു കാര്യങ്ങളിലൂടെ എല്ലാം അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്കണോമിക് ആസ്പെക്ട്. ഇപ്പൊ എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡിസാസ്റ്റർ ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ എക്കണോമിക്കും ഫിസിക്കൽ എൻവോൺമെന്റ് രണ്ടെണ്ണം മൊത്തത്തിൽ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് രണ്ടെണ്ണവും റിക്കവർ ചെയ്തെടുക്കണം. ഇപ്പൊ റിച്ച് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇത് രണ്ടെണ്ണവും ഒരുമിച്ച് നടക്കും, പാരലായിട്ട് നടക്കും. ലോക്കൽ എക്കണോമി അവർ ബൂസ്റ്റ് ചെയ്യും, ഫിസിക്കൽ എൻവോൺമെന്റ് ബൂസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ആദ്യം അവർ ലോക്കൽ എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ നോക്കുക, പിന്നെ ഏതെങ്കിലും ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ അതിന്റെ കൂടെ അതിന് ശേഷമേ മറ്റേ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് രണ്ടെണ്ണം ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ടതാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വീണ്ടും പോയിട്ട് നമുക്ക് വീടുണ്ടാക്കാനും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മളെ ഫിസിക്കൽ എൻവോൺമെന്റ് ശരിയാക്കണം, എന്നിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതേപോലെ ഫ്ലഡിന്റെ കേസല്ല. എൻവോൺമെന്റൽ ഇമ്പാക്ട്സ്. ഡിസാസ്റ്റർ ഓൾമോസ്റ്റ് ഹാവ് എ നെഗറ്റീവ് എൻവോൺമെന്റ് ഇമ്പാക്ട്സ് റേഞ്ചിങ് ഫ്രം എക്കോസിസ്റ്റം ഡാമേജ് ആയി പോകും, പ്രൊഡക്ഷൻ മൊത്തത്തിൽ നശിച്ചു പോകും, വെജിറ്റേഷൻ മൊത്തം നശിച്ചു പോയിണ്ടാവും, വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റ് നശിച്ചു പോയിണ്ടാവും, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ടുണ്ടാവും, സോയിൽ കണ്ടാമിനേഷൻ നടന്നിട്ടുണ്ടാവും, അഗ്രികൾച്ചർ ഒക്കെ നശിച്ചു പോയി, അങ്ങനെ പല രീതിയിൽ എൻവോൺമെന്റ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇനി ട്രംപ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം കുറിച്ച് പറയാം. ട്രംപ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്. ഇപ്പൊ ഒരു നമുക്ക് ഡിസാസ്റ്റർ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആക്സിഡന്റ് വഴി ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു വിചാരിച്ചു, ഒരു പെട്രോള് കൊണ്ടുപോകുന്ന ട്രക്കോ വല്ലതും ബ്ലാസ്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് വല്ല ലീക്കായി വഴിയോ, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസിന്റെ ലീക്കേജ് കാണിച്ചാൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസ് ഇപ്പോൾ ഒരു ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആയത് വഴി അത് ഫുൾ ലീക്ക് ആവുകയും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് ട്രംപ് കാർഡ് എന്ന് പറഞ്ഞാൽ. ട്രംപ് കാർഡിന്റെ പേര് ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡാണ്. അതായത് ഇതുപോലത്തെ എക്സ്പ്ലോസീവ്സ്, ഫ്ലെയിമബിൾ ഗ്യാസ്, ടോക്സിക് ഗ്യാസ്, ഓർഗാനിക് പെറോക്സൈഡ്സ്, എക്സ്പ്ലോസീവ്സ്, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസ്, ഇൻഫെക്ഷ്യസ് ഏജൻസ് ഇതൊക്കെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ആ വണ്ടിയിലത്തെ ഡ്രൈവറിന്റെ അടുത്ത് ഈ ട്രംപ് കാർഡ് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ്. കാരണം ആ ട്രംപ് കാർഡിൽ ഓപ്പറേറ്ററിന്റെ ഇൻഫർമേഷൻ, ഓപ്പറേറ്ററാണ് ട്രംപ് കാർഡ് കൊടുക്കുന്നത്. അപ്പൊ ആ ഓപ്പറേറ്ററിന്റെ ഈ ട്രംപ് കാർഡിനകത്ത് ഈ ഹസാർഡസ് വേസ്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവും. ഇൻ കേസ് എന്താ ലീക്കോ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങളെല്ലാം ഡ്രൈവറിന് വേണ്ട ആവശ്യമായ എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഡ്രൈവറിന് എന്താ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ലോക്കൽ ആൾക്കാർക്ക് വേറെ ആർക്കോ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫുൾ കാര്യങ്ങളുണ്ടാവും, അത് യൂസ് ചെയ്യാം. ഓക്കെ, അതിനെല്ലാം യൂസ് ചെയ്യുന്ന കാർഡിനാണ് നമ്മൾ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ കുറെ ആക്ട്സ് ഉണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കുറെ ആക്ട് ആണ്, അത് അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ പെട്രോളിയം ആക്ട് 1934 ഉണ്ട്. അത് ബേസിക്കലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക്കലി 1934 അത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്ന ഒരു ആക്ട് ആണ്. അതിന്റെ ബേസിക്കലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് പെട്രോളിയം ഉണ്ടെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓണർഷിപ്പ് ഡിഫൈൻ ചെയ്യുന്ന ആക്ട് ആണ്. അത് ബേസിക്കലി അവിടുത്തെ ഇവിടെ മെയിൻ അതോറിറ്റിക്കാണ് ഓണർഷിപ്പ്, അല്ലാതെ ലോക്കൽ ആയിട്ടുള്ള ആർക്കും അതിന്റെ ഓണർഷിപ്പ് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് പിന്നെ ആ പെട്രോളിയം എങ്ങനെ ലൈസൻസ് എടുക്കണം, അത് ആ പെട്രോളിയം ലാൻഡിൽ എങ്ങനെ എൻ്റർ ചെയ്യണം, അത് എന്താ പറയുക പെട്രോളിയം സപ്ലൈ എങ്ങനെ നടത്തണം, അക്കൗണ്ടിങ് എക്സ്പെൻഡിച്ചർ, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഈ ആക്ടിന്റെ പരിധിയിൽ പറയുന്ന പോലെ ചെയ്യാൻ പറ്റും. ഫാക്ടറീസ് ആക്ട് 1948 നാഷണൽ പോളിസീസ് വിത്ത് റെസ്പെക്ട് ടു ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇൻ ഫാക്ടറീസ് ആൻഡ് ഡോഗ്സ് ഇൻ ഇന്ത്യ. ആൾക്കാരുടെ സേഫ്റ്റിയും ഹെൽത്തും ഫാക്ടറീസിലും ഡോഗ്സിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റിയും ഹെൽത്തിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറയുന്ന ആക്ട് ആണ് 1948 ആക്ട്. അത് 1987 പിന്നെ അമെൻമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇൻസെക്ടിസൈഡ് ആക്ട് 1968 അത് ഇൻസെക്ടിസൈഡിന്റെ ഇമ്പോർട്ട്, മാനുഫാക്ചർ, സെയിൽ, ട്രാൻസ്പോർട്ട്, ഡിസ്ട്രിബ്യൂഷൻ, യൂസ് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. അത് എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹ്യൂമൻ ബീങ്സിന്റെ റിസ്ക്കും ഉണ്ടാവാൻ പാടില്ല, ആനിമൽസും മറ്റു ജീവജാലങ്ങൾക്കും ഒന്നും തന്നെ റിസ്ക് ഉണ്ടാവാത്ത രീതിയിൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അതെല്ലാം പറയുന്നത് ഈ ആക്ടിലാണ്. എക്സ്പ്ലോസീവ് ആക്ട്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ്സിന്റെ മാനുഫാക്ചർ, പൊസഷൻ, യൂസ്, സെയിൽ, ട്രാൻസ്പോർട്ട്, ഇമ്പോർട്ടേഷൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആക്ട് ആണ്. അടുത്ത എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ഹ്യൂമൻ അതിന്റെ ഹസാർഡ് വഴിയിൽ അതുമായിട്ടെല്ലാം ഡീൽ ചെയ്യുന്ന ആക്ട് ആണ്. ഓക്കെ, എൻവയോൺമെന്റിന്റെ നല്ലതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടുണ്ട്, ചെയ്യാൻ പറ്റും, ആ വക കാര്യങ്ങളെല്ലാം പറയുന്ന ആക്ട് ആണ്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആക്ട്, നമ്മളെ കോസ്റ്റൽ സോൺ, അതായത് ഇപ്പോ കോസ്റ്റൽ സോൺ എന്ന് പറയുമ്പോൾ സീ സൈഡ് ആവാം, അല്ലെങ്കിൽ റിവർ സൈഡ് ആവാം, അങ്ങനെ വാട്ടർ ബോഡീസിന്റെ സൈഡിലാവാം. അത് 500 മീറ്റർ തൊട്ട് 100 മീറ്റർ വരെ സൈഡിൽ മറ്റ് കൺസ്ട്രക്ഷൻ ഒന്നും പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, കാരണം ആ റീജിയൻ കോസ്റ്റൽ റെഗുലേഷൻ സോണിൽ പെടുന്ന റീജിയനാണ്. അവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റൂ. അതിന് കുറെ മെയിൻ പോയിന്റ്സ് പറയുന്നുണ്ട്. ആ പോയിന്റ്സിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. ഓക്കെ, അത് എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ഡിസാസ്റ്ററിനെ എങ്ങനെ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അതിന് മുമ്പ് എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, എമർജൻസി സ്റ്റേജിൽ എന്ത് ചെയ്യണം, അതിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ഇതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഈ ആക്ട് പ്രകാരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത് അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ്. ഇപ്പൊ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രക്ചർ ഉണ്ട് ഇന്ത്യയിൽ. ആ സ്ട്രക്ചർ ഇതിന്റെ ഈ മൊത്തം ബോഡിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ അതെങ്ങനെയാ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലെവലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലെവലിൽ അത് സെൻട്രൽ ലെവലിലാണ്, പിന്നെ സ്റ്റേറ്റ് ലെവലിലുണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് ലെവലുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സെൻട്രൽ ലെവലില് അതിന്റെ മെയിൻ ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ്. സ്റ്റേറ്റ് ലെവലിൽ അതിന്റെ മെയിൻ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ആണ്. ഡിസ്ട്രിക്ട് ലെവലിൽ അതിന്റെ മെയിൻ ഹെഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡിസ്ട്രിക്ട് കളക്ടർ ആണ്, അല്ലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആവാം, അല്ലെങ്കിൽ വേറെ അവര് പറയുന്നുണ്ട്, അതായത് ഡെപ്യൂട്ടി കമ്മീഷണർ ആവാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അണ്ടറിൽ കുറെ കാര്യങ്ങളുണ്ട്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ, മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഓക്കെ, MH എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. പ്ലാനിംഗ് കമ്മീഷൻ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അതർ മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, ആംഡ് ഫോഴ്സസ്, ഇതെല്ലാം തന്നെ NDMA-ന്റെ അകത്ത് NDMA-നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. NDMA എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണ്. ഓക്കെ, അത് MH-ന്റെ ഒരു ഏജൻസിയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വഴി 2005 ഫോം ചെയ്ത സംഭവമാണ്. ഓക്കെ, ഈ NDMA-ന്റെ അകത്ത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് MH-ന്റെ ഒരു ഏജൻസിയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിന്റെ അകത്ത് വരുന്നതാണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഒരു ഫോഴ്സ് ആണ്. അതിന്റെ അകത്താണ് നമ്മുടെ പല പാരാമിലിറ്ററി ഫോഴ്സുകളെല്ലാം ഇതിന്റെ അകത്ത് വരുന്ന NDRF-നകത്ത് വരുന്നതാണ്. പിന്നെ നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ റിസോഴ്സ് സെന്റർ ഉണ്ട്, അത് ഡൽഹിയിലാണ് അതിന്റെ സെന്റർ. അവിടെ ഫുൾ ട്രെയിനിങ് കൊടുക്കും ഈ പാരാമിലിറ്ററി ഫോഴ്സുകൾക്കെല്ലാം, അല്ലാത്ത ഫോഴ്സുകൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കും. ഡിസാസ്റ്റർ ഒക്കെ ചെയ്യാൻ എങ്ങനെയാണ് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം. NEC എന്ന് പറഞ്ഞാൽ നാഷണൽ എക്സിക്യൂട്ടീവ്സ് കമ്മിറ്റിയാണ്. ഓക്കെ, പിന്നെ ക്യാബിനറ്റ്, പിന്നെ ഇതെല്ലാം വേറെ കുറെ കമ്മിറ്റികളുണ്ട്. ഇപ്പൊ ക്യാബിനറ്റ് കമ്മിറ്റീസ് ഓൺ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ട്, ഹൈ ലെവൽ കമ്മിറ്റി, നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി, അങ്ങനെ കുറെ കമ്മിറ്റികളുണ്ട്. അവരെല്ലാം ഇതിനെ അസിസ്റ്റ് ചെയ്യുന്ന കമ്മിറ്റികളാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നാഷണൽ ലെവലിൽ NDMA ഇല്ല, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താ പറയാ അതോറിറ്റി ഉണ്ട്. അതേപോലെ സ്റ്റേറ്റിനുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അതേപോലെ ഡിസ്ട്രിക്റ്റിലുണ്ട്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഓക്കെ, ഇനി ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിന്റെ ആണ് ഞാൻ പറഞ്ഞ ഹെഡ്. NDMA-ന്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ, SDM-ന്റെ ഹെഡ് ചീഫ് മിനിസ്റ്റർ. അതുകൂടാതെ വേറെ 8 മിനിസ്റ്റേഴ്സിനെ ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യാം.
DDMന്റെ ഹെഡാണ് മറ്റേ ഡിസ്ട്രിക്ട് കളക്ടർ എല്ലാം നമ്മൾ പറഞ്ഞത്. ഓക്കെ, NDRF നമ്മൾ പറഞ്ഞത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, അതിനകത്ത് വരുന്നതാണ് 12 ബറ്റാലിയൻ ഉണ്ട്. പാരാമിലിറ്ററി ഫോഴ്സുകളാണ് കാര്യമായിട്ട്. അതിൻ്റെ അകത്ത് 12 ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ 12 എന്ന് പറയുന്നത് 3 BSF, 3 CRPF, 2 CISF, 2 ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണത്, പിന്നെ 2 SSB എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് 12 ബറ്റാലിയൻ ആകുന്നത്. ഒരു ബറ്റാലിയനിൽ 114 ഇത്ര ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അണ്ടറിൽ തന്നെ പിന്നെ ലോക്കൽ ബോഡീസോ ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിലാണ് കമ്മ്യൂണിറ്റി ലോക്കൽ ബോഡീസ്, പഞ്ചായത്ത്, മറ്റു കാര്യങ്ങളെല്ലാം അവരുടെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിങ്ങിന്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാവും, പോളിസീസ് ആൻഡ് പ്ലാൻസ് ഉണ്ട്, മിറ്റിഗേഷൻസ് ആൻഡ് പ്രിപ്പയർനെസ് ഉണ്ട്, ഇന്റർനാഷണൽ കോപ്പറേഷൻ, പബ്ലിക് ആൻഡ് മീഡിയ പ്രിപ്പയർനെസ്. ഇതുവഴിയാണ് നമ്മൾ അവയർനെസ്സും മറ്റ് ആൾക്കാരെല്ലാം മറ്റേ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഫിനാൻഷ്യൽ അഡ്വൈസർ അതിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ ഓഡിറ്റ് എല്ലാം നടത്തും. എത്രത്തോളം നഷ്ടം വന്നു, എത്രത്തോളം ക്യാഷ് വേണം, എത്രത്തോളം പാക്കേജ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ, മറ്റു കാര്യങ്ങളെല്ലാം. പോളിസീസ് ആൻഡ് പ്ലാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി പ്ലാനുകളെല്ലാം വരാനുണ്ടാക്കുന്ന മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, മറ്റു കാര്യങ്ങളെല്ലാം ഇവർ. അതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിങ്ങിന്റെ ഭാഗമായി.